ശ്രീകണ്ഠപുരം ചെങ്ങളായി തവറൂൽ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പോൾ EMS സ്മാരക വായനശാലയുടെ ഒന്നാം നില, അതായത് താഴത്തെ നില ഉൾപ്പെടെ ഇപ്പോൾ പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുള്ളതാണ്. അവരെയൊക്കെ സുരക്ഷിതമായി ഓരോ സ്ഥലത്തേക്ക് നിലവിൽ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വെള്ളം ഇങ്ങനെ തന്നെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും വെള്ളത്തിൻ്റെ നില തുടരുന്നത് എന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെ ആളുകളൊക്കെ ഇപ്പോൾ നിലവിൽ ഒഴിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. കൂവപ്പുറം ഭാഗത്തുള്ള ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ നിലവിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വെള്ളത്തിൻ്റെ സ്ഥിതിയുള്ളത്? ആരെയൊക്കെ മാറ്റി, എത്ര കുടുംബങ്ങളെ മാറ്റി, എന്താണ് ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി? നിലവിൽ നമ്മളെ പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത്. 12ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് രാവിലെ മുതലേ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഒറ്റപ്പെട്ട ഓരോരോ മഴ പെയ്ത് അങ്ങ് പോകുന്നു എന്നല്ലാതെ തുടർച്ചയായ മഴയില്ല. പക്ഷെ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. വെള്ളം ഇങ്ങനെ അതേ നിരപ്പിൽ നിൽക്കുമെന്ന് മലയോര പ്രദേശങ്ങളിൽ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പുഴയിലെ ഒഴുക്ക് നമ്മളെ പ്രദേശങ്ങളിലേക്ക് കയറി വരികയാണ് ചെയ്തത്. പുഴ തന്നെ ഗതിമാറി ഒഴുകുന്നത് പോലെ നമ്മളെ വളപ്പിലൂടെ, വീട്ടുവളപ്പിലൂടെ ഒഴുകുന്ന നിലയാണുള്ളത്. നിലവിലെ ആളുകളെയൊക്കെ, ഈ പറയുന്ന വീടുകളിലേക്കുള്ള ആളുകളെയൊക്കെ സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു അപകടവും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിടപ്പിലായ രോഗികളെ പോലും എടുത്ത് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം നമ്മൾ നടത്തി ആളുകളെ സുരക്ഷിതരാക്കിയിട്ടുണ്ട്. കടകളിലും ഉള്ള സാധനങ്ങൾ, വെള്ളം കയറുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലുള്ള സാധനങ്ങൾ കടയുടമകൾ തന്നെ ആളുകളുടെ സഹായത്തോടു കൂടി മാറ്റിയിട്ടുണ്ട്. EMS സ്മാരക വായനശാലയുടെ ഏറ്റവും താഴത്തെ നിലയിൽ പൂർണ്ണമായും തന്നെ ഇപ്പോൾ വെള്ളം മുങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കൊടിമരമൊക്കെ നിൽക്കുന്നതിന് തൊട്ടടുത്തായി ഒരു റോഡുള്ളതാണ്. സാധാരണ ഇതിൽ ഒഴിഞ്ഞ പറമ്പൊന്നുമല്ല, ഈ പറയുന്ന പ്രദേശത്തൊക്കെ ഒരു റോഡുള്ളതാണ്. അവിടെ ഉൾപ്പെടെ ഏകദേശം ഒരാൾ പൊക്കത്തിൽ തന്നെ വെള്ളമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അതിനും മുകളിലായിരിക്കാം വെള്ളത്തിൻ്റെ നിരപ്പ് എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ മഴയില്ലാത്തത് ഒരു തരത്തിൽ ആശ്വാസകരമായ കാര്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവയശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.